സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണയും കേമമായി ഓണം ആഘോഷിക്കാം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണത്തിന് ബോണസും ഉത്സവത്തെയും പ്രഖ്യാപിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസും പ്രത്യേക ഉത്സവത്തെയുമാണ് തീരുമാനിച്ചത്. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MLA-മാരുടെ സ്റ്റാഫ്, എയ്ഡഡ് സ്കൂൾ ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കും ഈ ആനുകൂല്യം ബാധകമാണ്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബത്ത് നൽകും. ഇത് 1250 രൂപ മുതൽ 3000 രൂപ വരെ വിവിധ വിഭാഗങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, സ്കൂൾ കൌൺസിലർമാർ, കരാർ ജീവനക്കാർ എന്നിവരും ഇതിൽ ഉൾപ്പെടും. സർവീസ് പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് 1250 രൂപ നിരക്കിൽ ഉത്സവബത്ത് ലഭിക്കും. 2025-26 സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും സർവീസുള്ളവർക്കാണ് ബോണസിന് അർഹത. മാർച്ച് 31, 2026 സർവീസിലുള്ളവരും ഇതിൽ ഉൾപ്പെടും. ഓഗസ്റ്റ് 17 മുതൽ ബോണസും ഉത്സവത്തെയും വിതരണം ചെയ്യും. 2027 മാർച്ച് 31 മുഴുവൻ തുകയും വിതരണം പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവ്. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ പ്രാബല്യത്തിലുള്ള ശമ്പള സ്കെയിലുകളിൽ 49,275 രൂപ വരെയുള്ള തുകയോ 10ാം ശമ്പള പരിഷ്കരണ സ്കെയിലുകളിൽ 44,462 രൂപ വരെയുള്ള തുകയോ 2026 മാർച്ച് 31 ആകെ ശമ്പളം ഉണ്ടായിരുന്ന സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും നിബന്ധനകൾക്ക് വിധേയമായി 4,500 രൂപ 2025-26 വർഷത്തെ ബോണസ് അനുവദിച്ചാണ് ഉത്തരവ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.